ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മിത്രനെയും അതുപോലെ തന്നെ ഹരിനെയാണ്. അപ്പൊ മിത്രൻ ഇങ്ങനെ ഹരിയോട് പറയാണ്, സമാധാനമായല്ലോ, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിനക്ക് ആശ്വാസമായല്ലോ, അതിന് ഞാൻ എന്താ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. നീ അവളോട് സമ്മതം പറയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ആർക്കും മനസ്സിലാവാത്ത കുറെ ന്യായങ്ങളും അത് പറഞ്ഞല്ലേടാ നീ അവളെ ഒഴിവാക്കിയത്. നീ തന്നെയാ കുറ്റക്കാരൻ എന്ന് പറഞ്ഞു. നീയാ അച്ഛൻ ഇപ്പൊ കാണാതെ പോയതിനുള്ള കാരണക്കാരൻ. മിത്രട്ട ഞാൻ വേണ്ടടാ, നീ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. ഇതറിഞ്ഞ സേതു എന്തുമാത്രം വിഷമിക്കുമെന്നറിയാവോ? പല്ലവി എന്തുമാത്രം സങ്കടപ്പെടുമെന്ന് നിനക്കറിയാവോ? പൊന്നമ്മടം വീടെന്ന് പറയുന്നത് ഒരു മരണ വീട് പോലെയാവോ? അവിടുത്തെ അമ്മയ്ക്ക് ഈ ദുരന്തം താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? താലിയെ പിടിച്ച്, അല്ലെങ്കിൽ നിന്റെ കാലെ പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേടാ അച്ഛൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാനായിട്ട്. എന്നിട്ട് നീ കേട്ടില്ല. എല്ലാം തകർത്തപ്പോ സമാധാനമായില്ലേ നിനക്ക് എന്ന് ചോദിച്ച മിത്രേട്ടൻ ഹരിയെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ഉണ്ണിയും വന്നിട്ട്, മിത്രേട്ടൻ പറഞ്ഞത് ശരിയാ, ഹരിയേട്ടൻ നേരത്തെ ഇച്ചിരി മയത്തി പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഉണ്ണിക്കുട്ടനും പറഞ്ഞിട്ട് പോയി. അപ്പൊ ശരിക്കും ഹരിക്ക് കുറ്റബോധവും സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് ചെയ്യും എന്നറിയില്ല. എന്റെ ദേവി, ഞാൻ ഇനി എന്ത് ചെയ്യും, അച്ഛനൊന്നും സംഭവിക്കല്ലേ എന്ന് മാത്രമാണ് പ്രാർത്ഥന. പിന്നെ കാണുന്നത് നമ്മുടെ ഋതികനെയാണ് കേട്ടോ. അപ്പൊ ഋതിക അവിടെയാണ്ടൊക്കെ തിരക്കി തപ്പിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ബേബി ചേച്ചിയും പൂർണിമാമയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറുപ്പമാവൻ അവിടെ നിപ്പുണ്ട്. കുറുപ്പമാവൻ ഋതുവായിരുന്നു കണ്ടപ്പോ തന്നെ എന്തായി കാര്യങ്ങള്, എവിടെയെങ്കിലും കണ്ടെത്തിയോ എന്നിങ്ങനെ ചോദിച്ചോ. ഇല്ല, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷെ അവിടെ ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു. എന്റെ ഈശ്വര, എന്റെ മോക്ക് വല്ല അപകടവും സംഭവിച്ചു കാണുമോ? ഇല്ല അമ്മേ, ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലൊക്കെ വിളിച്ച് അന്വേഷിച്ചു. പിന്നെ എവിടെ പോയതായിരിക്കും? ഇനി ചെറുക്കന്റെ വീട്ടുകാരോട് എന്തു പറയും? നാണക്കേടാവില്ലേ? ആ സേതുമാധവനെ കല്യാണം നടത്താനുള്ള ചുമതല ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെ തന്നെ ആവൂന്ന്. പന്തല് പണിക്കാരൻ പൊന്നുമടത്തിലെ കല്യാണം നടത്താനൊന്നും വളർന്നിട്ടില്ലാന്ന് ഞാൻ എത്ര തവണ അമ്മയോട് പറഞ്ഞതാ. ഇപ്പോഴെങ്കിലും അമ്മയ്ക്കത് മനസ്സിലായല്ലോ. അവൻ എന്ത് തെറ്റ് ചെയ്തുന്നാ? അച്ചുവിനെ തനിച്ചു വിട്ടു. അത് തന്നെ ഒരു തെറ്റല്ലേ? പറ. നിഖിലിനോടും വീട്ടുകാരോടും നമ്മൾ ഇനി എന്ത് മറുപടി പറയും? അയാൾക്കതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? പ്രതാപനും പത്മയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. എന്തായി, വല്ല വിവരം കിട്ടിയോ? ഇല്ല എന്ന് പറഞ്ഞു. അവക്ക് വല്ല പ്രേമം ഉണ്ടായി കാണും, അവളതായിരിക്കും ഒളിച്ചു പോയതായിരിക്കും. അല്ല, ഇങ്ങനെ വരില്ല. കാള പറ്റുമെന്ന് നേരത്തെ കയറെടുക്കാൻ നിൽക്കണ്ട. അച്ഛനും അങ്ങനെ ആരോടും പ്രേമമില്ല. പിന്നെ അടുക്കള ജോലിക്കാരിക്കാണോ ഇതറിയാവുന്നത്? നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടാണോ പെൺപിള്ളേർ പ്രേമിക്കാൻ നടക്കുന്നത്? അതൊക്കെ രഹസ്യമായിട്ടായിരിക്കും. അല്ലെങ്കിൽ പറ, അവൾ എവിടെ പോയി എന്ന്. അപ്പൊ എല്ലാരും മിണ്ടാതെ നിൽക്കുക. നിഖിലിന്റെ വീട്ടുകാരോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ചേച്ചി. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നം വഷളാവും എന്ന് പറഞ്ഞു. പത്മേ, നീ വാ എന്ന് പറഞ്ഞു പത്മയും കൂട്ടി പ്രതാപനപ്പുറത്തേക്ക് മാറി. അപ്പൊ ഋതു ഒന്നും അറിയാത്ത മഴ പാവം, അതെ വിഷമിക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞു. അതെ, നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടൊന്നും അല്ലല്ലോ. തെറ്റാരുടെ ആണെങ്കിലും കാണാതായിരിക്കുന്നത് എന്റെ മോളെയാ. അത് ഓർക്കുമ്പോഴാ. അപ്പൊ ആകെ വിഷമായി കുറുപ്പമാവനും. വല്ലവിയും സേതു ആണെങ്കിൽ നെട്ടോട്ടവും. അപ്പൊ നമ്മുടെ അച്ചുവിനെ ഒരു കാറിനകത്ത് കൊണ്ടുപോയി ഒരു പാലത്തിനടി കൊണ്ടുപോയിട്ട് ഇവൻ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇതില്. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അപ്പൊ നിരഞ്ജന മേഡമാണ് വിളിക്കുന്നത്. ഫോൺ എടുക്ക. ഞാൻ അവന്തികയുടെ ഫോൺ ഡീറ്റെയിൽസ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ മുതൽ ആ ഫോൺ ഓഫാണ് എന്ന് പറഞ്ഞു. അവസാനമായിട്ട് ആ ഫോണിന്റെ ടവർ ലിമിറ്റ് കിട്ടിയത് പൊന്നുമടം വീടിരിക്കുന്ന ആ ഒരു ടവറിന്റെ പരിധിന്നാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മേഡം. അത് തന്നെയാണ് എന്റെ സംശയം. വീട്ടിലുള്ളപ്പോ ആ ഫോൺ പിന്നെ എങ്ങനെ ഓഫായി? അത് മാത്രമല്ല, ആരത് ഓഫ് ചെയ്തു എന്നുള്ളതാണ് സംശയം എന്ന് പറഞ്ഞു. പിന്നെ അതോ ഇനി ചാർജ് തീർന്ന് ഓഫായതായിരിക്കുമോ? എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാൻ പല്ലവി. ശരി മേഡം എന്ന് പറഞ്ഞു നിരഞ്ജന മേഡം ഫോൺ വെച്ചു. അപ്പൊ സേതുവും പല്ലവിയും കൂടെ, അല്ല അച്ചു, ഫോൺ ഓഫാക്കി വെക്കുന്ന പതിവില്ലല്ലോ സേതുവേട്ടാ. പിന്നെ എങ്ങനെ ഫോൺ വീട്ടിൽ വെച്ച് തന്നെ ഓഫായി ആ പുലർച്ചെ? ഇനി കല്യാണ ദിവസമായോണ്ട് അച്ചു തന്നെ ഓഫാക്കിയതാണെങ്കിലോ? അല്ല, അങ്ങനെ അവള് ചെയ്യുവോ? എത്രയോ പേർ അവളെ വിളിക്കാനുള്ളതാ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പല്ലവി. അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ചാർജ് തീർന്ന് ഓഫായി, അല്ലെങ്കിൽ
അല്ലെങ്കിൽ മനഃപൂർവ്വം ആരോ ഒരാൾ ഇതിന്റെ മറ്റാരോ ഇത് ഓഫാക്കി എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ അതാര്? അതിനർത്ഥം അതിനാണ് നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത്. പല്ലവിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും നിരഞ്ജന മേഡം ഇതിന് പിന്നെ തന്നെ ഉണ്ടല്ലോ, എന്തായാലും ഒരു വഴി തെളിയിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കാണ്. അപ്പൊ വീണ്ടും പല്ലവിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ. ആരാ? അമ്മയാ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. എടുക്കെടുക്ക എന്ന് എടുത്തിട്ട് എന്താ ചെയ്തുവിട്ടാ പറയാ, അതെ നമ്മള് അച്ഛനെയും കൊണ്ടുവരും എന്ന് പറ, സ്വസ്ഥമായിരിക്കാൻ പറ എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ പറ. പല്ലവി ഫോൺ എടുത്തു. ആ അമ്മേ, പല്ലവി നിങ്ങൾ ഇത് എവിടെയാ? എന്തായി മോളെ? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തും. വരുമ്പോ എന്തായാലും അച്ചു ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ മകൾ എവിടെയുണ്ടെന്ന് മനസ്സിലായോ? ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അച്ചുന് ഒന്നും സംഭവിക്കില്ല. അതിനു മുൻപ് ഞങ്ങൾ അവളെ രക്ഷിച്ചിരിക്കും. നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഏയ് അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. എന്തൊക്കെയായി പറയണത്? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ശരിയാവും, എല്ലാം ശരിയാവും. അമ്മ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞ് പല്ലവി ഫോൺ വെച്ചു. അപ്പൊ പല്ലവിക്കും സേതുവിനും ഒരു സമാധാനവും ഇല്ല, ഒരിടത്തൊന്നും കിട്ടുന്നുമില്ല. എന്ത് ചെയ്യുമെന്നും അറിയില്ലാതെ വെപ്രാളം പിടിച്ച് നെട്ടോട്ട് ഓടുകയാണ്. അമ്മയാകെ തകർന്നിരിക്കുക. സേതുവേട്ടാ, അച്ഛനെയും കൊണ്ട് വേണം നമ്മൾ തിരിച്ചു ചെല്ലാൻ, അല്ലെങ്കിൽ നമ്മൾ പേടിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പം സേതു ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു. എന്താണ് ഈ ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അപ്പം നമ്മുടെ അച്ചു ആണെങ്കിലോ ആകെ കാറിനകത്ത് പെട്ട് ആള് രക്ഷിക്കണേ, ആരെങ്കിലും ഡോറ് തുറക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ കല്യാണത്തിനുള്ള മാലയും അതുപോലെ തന്നെ ബൊക്കയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. അപ്പം എന്താ പറയുക, നിഖിലിനെ വിളിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് അച്ഛനും അമ്മയും. എന്നിട്ട് ദക്ഷിണയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ദക്ഷിണയും മറ്റുള്ളതെല്ലാം കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് പൂർണിമാമയും മക്കളും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അച്ചു എത്തിയിട്ടില്ല. അതാണ് ടെൻഷന്റെ കാര്യം. അപ്പം ഇവരിങ്ങനെ ഇതെല്ലാം നോക്കി നിൽക്കുമ്പോഴത്തേനും അച്ഛനെ ഇങ്ങനെ വെപ്രാളം പിടിച്ച് പൂർണിമാമ ഇങ്ങനെ നോക്കുന്നുണ്ട് ചുറ്റിനും. എവിടെയും കാണാനുമില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയും മിണ്ടാതിരിക്കണം എന്നാണോ അമ്മ പറയണത്? അല്ലാതെ ഞാനിത് എങ്ങനെ മോളെ അവരോട് പറയും? എന്തു പറയാൻ? അവൾ ഇത് എവിടെ പോയി കിടക്കാണോ എന്തോ എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ആദ്യം അച്ചുവിനെ കാണാനില്ല എന്നുള്ള വിവരം തൽക്കാലം ആ ചെറുക്കന്റെ വീട്ടുകാരെ അറിയിക്കുക. അറിഞ്ഞ കല്യാണം മുടങ്ങില്ലേ? പറയാതിരിക്കുന്നതും അത് മോശമല്ലേ? അവരെ ചതിക്കുന്നത് പോലല്ലേ? മുഹൂർത്തം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന പൂർണിമാമ. അതിനു മുൻപ് വരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എനിക്കെന്തോ തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഋതു. ദേ ഇപ്പൊ പണി 10:30 10:45 11:35 ഇടയ്ക്കാണ് മുഹൂർത്തം. അതിനിടയ്ക്ക് അച്ചു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. വരുമെന്ന് തന്നെയാണല്ലോ പല്ലവി പറഞ്ഞത്. അവൾക്ക് എന്തറിയാമായിട്ടാ പറയണത്? അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവള് പറയണത്. അവരെ ചുമ്മാ നോണ പറയണത് അമ്മേ എന്ന് പറഞ്ഞു. അതും വിശ്വസിച്ചിരുന്ന സംഗതി വഷളാവും. അതുകൊണ്ട് അമ്മ പെണ്ണിനെ കാണാനില്ല വിവരം എത്രയും വേഗം നേരത്തെ പറഞ്ഞില്ല എന്ന് നിഖിലിന്റെ വീട്ടുകാർ ചോദിച്ചാ എന്തു മറുപടി നമ്മൾ പറയും? നമ്മുടെ മാന്യത കാണിക്കണോ അമ്മ എന്ന് പറഞ്ഞു. നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ. എന്താണെങ്കിലും എന്താ പറയുക, അച്ചു വരാതിരുന്നത് നിഖിലിന്റെ വീട്ടുകാരെ എല്ലാം അറിയണം. അതേപ്പറ്റി അതെ അമ്മ, ചേച്ചി പറഞ്ഞതാ ശരി. അല്ലെങ്കിൽ ഇത് വലിയ വഴക്കായി മാറും. നമ്മളായിട്ട് അവസരം ഉണ്ടാക്കണോ എന്ന് സ്വാതിയും മൃദു ഇങ്ങനെ മാറി മാറി പറയുക. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? എവിടേക്കാ പോയത് എന്റെ ഈശ്വര? അതെ, ആ പാർലറിലേക്ക് അവളെ ഒറ്റയ്ക്ക് വിട്ടത് അമ്മ ചെയ്ത തെറ്റ്. അമ്മ ചെയ്ത് ഒട്ടും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അതെ, എത്രയും വേഗം തന്നെ നിഖിലിന്റെ വീട്ടുകാരോട് പറഞ്ഞാൽ ഇനി മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ഋതിക പറയാണ്. എന്നിട്ട് ഋതു ഒന്നും അറിയാത്ത പോലെ ഋതു അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പൂർണിമാമയ്ക്ക് നല്ല ടെൻഷനാണ്. എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. അമ്മ എന്താ ആലോചിക്കുന്നത്? എന്താ അമ്മേ പറയണില്ലേ? കുറച്ച് സമയം കൂടി എന്തായാലും വെയിറ്റ് ചെയ്യാം, എന്തായിട്ട് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് പൂർണിമാമ കുറച്ച് സമയം കൂടി പല്ലവി പറഞ്ഞതല്ലേ എന്നോർത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഹരിയാണെങ്കിലോ, നീ ഒറ്റ ഒരുത്തൻ കാരണം അച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിഖിലിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അച്ചു നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ? നീ കേട്ടില്ല. നീ അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, നീ ഇന്ന് സേതുവിനോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു എന്നുള്ള കാര്യം ചെവിയിൽ ഇങ്ങനെ വന്ന് അലയടിക്കുന്നത് പോലെ ഹരിക്ക് തോന്നുകയാണ് കേട്ടോ. വല്ലാത്ത സങ്കടമായി ആൾക്ക്.
ദേവി അച്ഛന് ഒരാപത്തും വരുത്തരുത്, എത്രയും വേഗം അവളെ തിരിച്ചെത്തിക്കണേ എന്ന് പറഞ്ഞ് ഹരി മനം നൊന്ത് തന്നെ ദേവിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഹരിക്ക് ശരിക്കും വിഷമായി അച്ഛനെ ഓർത്ത്. അപ്പം പിന്നെ ആ രണ്ട് ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ആ നമ്പറിൽ നമ്മുടെ പല്ലവിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ദേ സേതുവേട്ടാ ഇതേ നോക്കി എന്ന് പറഞ്ഞു. എൻ്റെ മോള് എന്ന് പറഞ്ഞ് ദേ ഇതാരായിരിക്കും, നീ എന്താണല്ലോ ഈ നമ്പറിൽ തിരിച്ച് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആ വന്ന നമ്പർ ആരാന്ന് അറിയത്തില്ല, അത് തിരിച്ച് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ ഹായ് ഡിയർ എന്ന് പറഞ്ഞു. അപ്പൊ മറ്റാരുമല്ല ഇന്ദ്രനാണ് ഈ ഫോൺ എടുക്കുന്നത്. ഇങ്ങ തന്നെ എന്ന് പറഞ്ഞു. സേതു ഫോൺ വാങ്ങി. കല്യാണമല്ലേ, കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടേ, അതുകൊണ്ടാ ഈ ഗെയിം. അച്ഛൻ എന്തെങ്കിലും പറ്റാണ്ടല്ലോ, കൊന്നു കളയുന്നില്ല ഞാൻ എന്ന് പറഞ്ഞു. കൂൾ മാൻ കൂൾ. സഹോദരിമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം ഫ്രീസ് ആവുന്ന ജന്മമാണല്ലോ നിന്റേത്. നീ എങ്ങനെയാണ് എന്നെ കൊല്ലുന്നത്? അതുകൊണ്ട് ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, കാല് പിടിക്ക്, നീ യാചിക്ക് എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സ്വരമൊക്കെ നല്ല പൊളൈറ്റ് ആയിട്ടിരിക്കണം, വിനയം വേണം, വിനയം. അങ്ങനെ നീ സംസാരിക്കാം. നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചോ. എനിക്ക് പലതും വേണം, ഞാൻ ചോദിക്കുന്നത് എന്തും തരാനായിട്ട് നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ആ പറ്റും, പക്ഷെ നീ തരും. പക്ഷേ അവള് സമ്മതിക്കുകയില്ല ചിലപ്പോ. നീ സമ്മതിച്ചാലും അവള് സമ്മതിക്കില്ല പല്ലവി എന്ന് പറഞ്ഞു. എന്താ നിനക്ക് വേണ്ടത് ഇന്ദ്ര? ഈ സമയത്തല്ല നീ ശരിക്കും പക വീട്ടേണ്ടത്. ദേ എന്റെ പെങ്ങടെ കല്യാണമാണ്, അത് മുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. മർമ്മം നോക്കി അടിക്കും, അതാണ് ഈ ഇന്ദ്രന്റെ ഒരു ശീലം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് കളിക്കാൻ വരുമ്പോ അത് മാത്രം നീ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ എടാ നീ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ഏയ് കിട്ടിയിട്ടില്ലേ? അതിനെയും വെല്ലുന്ന തലയാടാ എന്റേത്. അത് നിനക്ക് മനസ്സിലാവില്ല, നിനക്കതൊന്നും മനസ്സിലാവില്ല. നീ അവളോട് ചോദിക്ക, അവക്ക് ചിലപ്പം അത് മനസ്സിലാവുമായിരിക്കും. പല്ലവിക്ക് എന്താ? അതെ പിന്നെ അതൊക്കെ പോട്ടെ, നിന്റെ നമ്പറിലേക്ക് ഞാൻ ലൊക്കേഷൻ അയക്കാം, നീ എത്രയും വേഗം തന്നെ നീ അവിടെ എത്തണം, മനസ്സിലായോ എന്ന് ചോദിച്ചോ. പോലീസിനെ വിളിച്ചാൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ വിളിക്കില്ല, എനിക്കറിയാൻ നന്നായി എന്ന് പറഞ്ഞു. വിളിച്ചാൽ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. ധൃതി വേണ്ട കേട്ടോ. ദേ ആ അടുത്തിരിക്കുന്ന അവളുണ്ടല്ലോ, ശാന്തമായിരിക്ക, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അനുസരിക്ക, വേഗം തന്നെ അവിടെ എത്താൻ നോക്ക് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞു. ശരി ഞാൻ അവിടെ എത്താം എന്ന് പറഞ്ഞു. പിന്നെ അവള് പറയുന്നത് പലതും പറയും, പോവണ്ട എന്നൊക്കെ പറയും, അതൊന്നും കേട്ടേക്കരുത്. നിന്റെ അനിയത്തിയുടെ കാര്യമാണേ, മറന്നു പോവല്ലേ, ബായ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ വെച്ചു കേട്ടോ. അപ്പൊ ഇന്ദ്രൻ നേരെ പിന്നെ പോവാണ്. അപ്പൊ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ദേ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സേതു ഇങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ വാങ്ങിച്ചു കയ്യിലേക്ക് ഫോണ്. പല്ലവി താൻ വരണ്ട, താൻ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. എന്താ ചെയ്യാ? അതെ ഞാൻ വരും എന്ന് പറഞ്ഞു. വേണ്ട പല്ലവി, അത് ശരിയാവില്ല, അയാളെയല്ലേ കാണാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും വരും എന്ന് ഉറപ്പിച്ച് പല്ലവിയും കൂടെ തന്നെ പോവാണ് കേട്ടോ. അപ്പം പിന്നെ വേറെ സേതുവിന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, പല്ലവിയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ അതേണ്ട കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, എല്ലാവരും വെപ്രാളം പിടിച്ച്. അപ്പൊ വേഗം ഋതിക വീണ്ടും നമ്മുടെ എന്താ പറയുക പൂർണിമ എടുത്ത് ചെന്നിട്ട്, അമ്മേ എന്റെ അഭിപ്രായം ഇനിയും ഇത് മറ്റുള്ളവരെ അറിയിക്കാതെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ലാന്ന് കേട്ടോ. അച്ഛനെ കാണില്ല എന്ന് നിഖിലിന്റെ വീട്ടുകാരോട് അറിയട്ടമ്മേ. ആവില്ലേ, അത് എപ്പോഴാണെങ്കിലും അറിയാനുള്ളതല്ലേ, എത്ര നേരം അമ്മ ഇതിങ്ങനെ മൂടി വെക്കും എന്ന് ചോദിച്ചു. അപ്പൊ കുറെ നേരം അച്ഛനെ കൊണ്ടുവരുമെന്നാ പല്ലവി പറഞ്ഞത്. ഓ അവളെയൊക്കെ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കഷ്ടം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? അപ്പൊ ശ്രീദേവി ദേണ്ട പൂർണിമയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ പ്രതാപനും ഇവിടെ നിൽക്കുകയാണ്. പ്രതാപ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ പ്രതാപനെയും കൂട്ടിക്കുക. അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു, എല്ലാം നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു തട്ടിപ്പമ്മേ. ഈ അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? എന്താ അവന്തിക എവിടെ എന്ന് ചോദിച്ചു ശ്രീദേവി. അപ്പൊ ഇതുവരെയും ബ്യൂട്ടി പാർലറിൽ നിന്ന് എത്തിയില്ലേ? അത് പിന്നെ ശ്രീദേവി എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു വേഗം മൃദു. ഈ സമയത്ത് പൂർണിമാമ്മയുടെ ഫോൺ ബെല്ലടിക്കാണ്. പല്ലവിയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ വേഗം തന്നെ അമ്മേ പിന്നെ അവിടെ ഒരുക്കങ്ങളൊന്നും നിർത്തണ്ട, ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്തൂട്ടോ, വരുമ്പോ അച്ഛനും ഞങ്ങളുടെ ഒപ്പം കൂടെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. ആണോ ശരി, അവളെ കണ്ടോ എന്ന് ചോദിച്ചു. എല്ലാം പറയാം അമ്മ, കാര്യങ്ങളൊക്കെ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു പല്ലവി ഫോൺ വെച്ചു കേട്ടോ. അവരാ വിളിച്ചത്. അതെ പാർലറിൽ നിന്ന് അവർ ഉടനെ ഇറങ്ങുമെന്ന്, ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന്. ഇത് വലിയ ചതിയായിപ്പോയി, ഇത്രയും വൈകൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ
ഇപ്പൊ ബ്യൂട്ടീഷ്യനെ ഇങ്ങോട്ടേക്ക് വരുത്തായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി ഇനിയിപ്പൊ കാത്തിരിക്കാൻ നിവൃത്തിയുള്ളൂന്നേ. പൂജാരിയും പെണ്ണിന്റെ ബന്ധുക്കളോ ഒന്നും അല്ലെന്നേ. കല്യാണ ദിവസം ബ്യൂട്ടീഷ്യൻ പറയുന്നതേ നടക്കോ. അവരാണല്ലോ അന്നത്തെ താരം. സഹിക്കാതെ വേറെ താരമില്ല എന്ന് പറഞ്ഞു പ്രതാപൻ. ഒന്നും മിണ്ടിയില്ല. പതുക്കെ അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേനും വൃതിക ആകെ ടെൻഷനായിട്ട്, അതെ അമ്മേ, പല്ലവി എന്താ പറഞ്ഞത്? അച്ഛനെ കണ്ടുപിട്ടീന്നാണോ പറഞ്ഞത്? ഏതാണ്ട് അതേ സ്വരത്തിലാ സംസാരിച്ചത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ വിശ്വാസ എന്ന് പറഞ്ഞു. അപ്പൊ ഋതുവിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അവളൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടന്നിരിക്കും എന്ന് പറഞ്ഞു. അതെനിക്ക് ഉറപ്പാ. അപ്പം ഋതിക ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നടക്കുന്നു. പിന്നെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് പിന്നെ കാണുന്നത് നമ്മുടെ അച്ഛനെയാണ്. അപ്പൊ അച്ഛൻ്റെ അടുത്തേക്ക് നമ്മുടെ ഇന്ദ്രൻ വണ്ടിയായിട്ട് എത്തുകയാണ് കേട്ടോ. അപ്പൊ വണ്ടിയുടെ ഡ്രൈവറെ ആ ഇന്ദ്രൻ നേരെ ചെന്നിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. എടാ, നീ എന്നെ ചതിക്കും അല്ലടാ. ൂട് പാടിട്ടങ്ങ് തല്ലേട്ടോ. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടുകിട്ടാ ശവം പോലും ഞാൻ ബാക്കി വെക്കില്ല. എന്റെ അവളെ അതിനകത്തുള്ളത്, മനസ്സിലായോ? അവളെ കൊണ്ടുപോകും ഞാൻ. നിനക്ക് തടയാൻ പറ്റുമോ? എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിരപരാധിയാ എന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ എന്താ പറയാ പോക്കറ്റിൽ നിന്ന് ആ താക്കോൽ ഇങ്ങോട്ട് എടുത്തേക്കും ഇന്ദ്രൻ. എന്നിട്ട് മിണ്ടരുത്, ഇപ്പൊ രക്ഷപ്പെട്ട് പോയിക്കോണം നീ. മേലാൽ അകത്ത് കണ്ടുപോകരുത്. കണ്ടാൽ അറിയാലോ നിന്നെ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ഇന്ദ്രൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പം ഈ സമയത്താണ് ഇനി സേതുവിന്റെയും പല്ലവിയുടെയും വരവാണ് കേട്ടോ. അപ്പൊ ഇനി ഇതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനകത്തൊരു വമ്പ ടെസ്റ്റ് ഉണ്ട് നാളത്തേന്. എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്നെയാണ് നമ്മുടെ അച്ചുവിനെ ചതിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അച്ചു സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.